അതേമാതിരി എനിക്ക് ഒന്ന് രണ്ട് വിഷമങ്ങളും കൂടി ഞാനിതിൽ പറയാം. എന്തുകൊണ്ടാണ് ഞാൻ ബി ജെ പി. ഞാൻ എൻ്റെ അച്ഛൻ്റെ സപ്തതിയും അച്ഛൻ്റെ ഈ മന്ദിരം സ്മാരക മന്ദിരം പണിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി. കുറേ കൊല്ലങ്ങളായിട്ട്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 14 കൊല്ലമായല്ലോ. ഈ ഡിസംബറിലേക്ക് 14 കൊല്ലം. അപ്പോൾ അന്ന് ഞാനായിരുന്നു ട്രഷറർ. അപ്പോൾ എപ്പോഴും അച്ഛൻ്റെ ഇതിന് പിരിക്കാൻ ഇറങ്ങുമ്പോൾ അപ്പോൾ പാർട്ടി ഒരു എന്തെങ്കിലും കൊണ്ടുവരും. ആ പിരിവ്, ഈ പിരിവ്. അപ്പം കെ കരുണാകരൻ്റെ പിരിവ് അതിൽ മുങ്ങിപ്പോവും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടത്തിലൊരു നേതാവിനെ, ഇപ്പോഴുള്ളൊരു വലിയ നേതാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു, എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ കയ്യിൽ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട. ഞാൻ ഒന്നും പറയാൻ പോയില്ല, അതാരോടും ഞാൻ പറഞ്ഞില്ല. അതിലൊക്കെ എനിക്ക് വിഷമം തോന്നിയത്, അതിലൊരു 10-20 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അത് ഒരു നേതാവ് എൻ്റെ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞതാണ്, വാശി പിടിച്ച് കടം വാങ്ങി അത് തുടങ്ങുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ 20 ലക്ഷം ഉറുപ്പ്യ ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല. അത് പിന്നെ ഞാൻ പോന്നു കഴിഞ്ഞപ്പം ഒരു 1.25 ലക്ഷം ഉറുപ്പ്യ ഏകദേശം അതിൻ്റെ അടുത്ത് 1.25 കോടി ഉണ്ടായിരുന്നു. അതിൽ നോക്കുമ്പം അതിൽ 50 ലക്ഷം കാണാനില്ല. അപ്പം ഞാൻ ചോദിച്ചു, 50 ലക്ഷം എവിടെ പോയി? അത് KPC കടമെടുത്തു. ഏത് KPCCക്ക് ശമ്പളം കൊടുക്കാൻ അപ്പോഴും മരിച്ചുപോയ കെ കരുണാകരൻ വേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു ശരി, പക്ഷെ അത് തിരിച്ചപ്പം തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു പാർട്ടി. അത് കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ ഇപ്പം ആരാ ട്രഷറർ, എനിക്ക് തോന്നുന്ന കല്ലാറാണെന്ന്, ഇബ്രാഹിം കുട്ടിക്കൽ. 15 ലക്ഷം ഇപ്പോൾ വീണ്ടും എടുത്തിട്ടുണ്ടെന്ന് കേട്ടു. അത് ഇതുവരെ തിരിച്ച് കൊടുത്തിട്ടില്ല, ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇത്രയും അദ്ദേഹത്തെ അപമാനിക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു? ഞാൻ സത്യം പറഞ്ഞാൽ തൃശ്ശൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, ചതിയും വഞ്ചനയും എല്ലാം കൂടി. അതുകൊണ്ട് ഏത് പാർട്ടിയെന്ന് ഞാൻ ചിന്തിച്ചു, എനിക്കിതിന്ന് പോയാൽ മതി എന്നായിരുന്നു. അപ്പോഴാണ് ഇവരെന്നെ എൻ്റെ വീക്ക്നെസ് അതാണെന്ന് അറിയുന്നുണ്ട്, അച്ഛൻ്റെ സ്മാരകം പണിയാന്ന് 2 കൊല്ലം പിന്നെ എന്നെ പറ്റിച്ചു. പിന്നെ അതൊരിക്കലും നടക്കില്ല എന്ന് ബോധ്യമായപ്പം എനിക്ക് വേറെ ഒന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കതിൽ നിൽക്കണ്ട.